കേരളത്തിലെ പക്ഷികൾ എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക വഴി മലയാളത്തിൽ പക്ഷികളെ സംബന്ധിച്ചും പ്രകൃതി പഠനത്തെ സംബന്ധിച്ചുമുള്ള പഠനങ്ങൾക്ക് നാന്ദി കുറിച്ചിട്ടുള്ള പ്രൊഫസർ കെ നീലകണ്ഠൻ അഥവാ ഇന്ദുചൂടൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ 100-ാം വാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സജീവമായി വരികയാണ്. അപ്പോൾ പ്രൊഫസർ നീലകണ്ഠൻ്റെ അഥവാ ഇന്ദുചൂടൻ്റെ സന്തത സഹചാരിയായി അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ യാത്രകളിലെല്ലാം ഉണ്ടായിരുന്ന ശ്രീ സുരേഷ് ഇളമൺ ഈ അടുത്ത കാലത്ത് പക്ഷികളും ഒരു മനുഷ്യനും എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം രചിക്കുകയുണ്ടായി. ആ ജീവചരിത്രത്തെക്കുറിച്ചും അത് രചിക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം അതിനുവേണ്ടി നടത്തിയിട്ടുള്ള സുദീർഘമായിട്ടുള്ള അന്വേഷണങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. സ്വാഗതം ശ്രീ സുരേഷ് ഇളമൺ. കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ കൂടെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ പ്രൊഫസർ നീലകണ്ഠൻ്റെ കൂടെ പക്ഷി നിരീക്ഷണ യാത്രകളിലും പ്രകൃതി നിരീക്ഷണ യാത്രകളിലും ചർച്ചകളിലും എല്ലാം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം രചിക്കുക എന്നുള്ള ഒരു ശ്രമത്തിലേക്ക് വന്നുപെട്ടത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. 2017 നീലകണ്ഠൻ സാറിൻ്റെ 25th ഡെത്ത് ആനിവേഴ്സറി. അപ്പോൾ അന്ന് മറ്റേ ചൂലന്നൂർ സാറിൻ്റെ പേരിലാണല്ലോ ചൂലന്നൂർ മയിൽ സങ്കേതം അറിയപ്പെടുന്നത്. അവിടെ വെച്ചിട്ട് ഒരു വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കാം എന്നുള്ളൊരു ഐഡിയ ഇങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വെച്ചു. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ അത് ജൂൺ 14 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു 1.5 മാസം മുൻപ് ബഷീർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സുരേഷ് പണ്ട് നീലകണ്ഠൻ സാറിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്തില്ലേ, അതൊന്ന് ഇവിടെ കാണിക്കാമോ? ഞാൻ സാർ മരിച്ച സമയത്ത് CDക്ക് വേണ്ടിയിട്ടൊരു ജസ്റ്റ് 3 മിനിറ്റ്സിൻ്റെ ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി ചെയ്തത്. അതാണ് ബഷീർ ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അത് വളരെ ചെറുതല്ലേ, നമുക്ക് വലിയൊരു ഡോക്യുമെൻ്ററി ചെയ്യേണ്ടതല്ലേ ശരിക്കും, പക്ഷേ സമയമില്ല, അതെന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു, നമുക്ക് എന്തായാലും ഇതായിരിക്കും ഏറ്റവും നല്ലൊരു അവസരം അത് ചെയ്യാൻ, ഒരു 1.5 മാസം ഉണ്ടല്ലോ, നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങി. വിത്തിൻ 1.5 months ഒരു 35 മിനിറ്റ് നീളമുള്ള ഒരു ഡോക്യുമെൻ്ററി സാറിനെ കുറിച്ച് ചെയ്തു. അതെന്നിട്ട് അവിടെ സ്ക്രീൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്ന് സ്ക്രീൻ ചെയ്തതിന് ശേഷം നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളും സാറിൻ്റെ ശിഷ്യന്മാരും എല്ലാം ചോദിച്ചു, സുരേഷ് ആണല്ലോ സാറിൻ്റെ കൂടെ ഇത്രയും നാൾ നടന്നതും സാറിനെ ഇത്ര അടുത്ത് അറിയാവുന്നതും, അതുകൊണ്ട് എന്തുകൊണ്ടൊരു ബയോഗ്രഫി അറ്റംപ്റ്റ് ചെയ്യുന്നില്ല? കേട്ടപ്പോഴെനിക്ക് വലിയ പേടിയായി. കാരണം സാറിനെ പോലെ ഇത്രയും ഒരു ബഹുമുഖപ്രതിഭ അല്ലെങ്കിൽ ഒരു എനിഗ്മ എന്ന് ഞാൻ പറയുന്ന സാറിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി അല്ല ഒരു പുസ്തകം എഴുതണമെന്ന് വെച്ചാൽ അത് ചിലർ ഒരു വല്ലാത്തൊരു അറ്റംപ്റ്റ് ആയിരിക്കും, വല്ലാത്തൊരു അത്യാഗ്രഹമായിരിക്കും. അതിനുള്ള ധൈര്യം എനിക്കൊട്ടുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അതങ്ങനെ ഉപേക്ഷിച്ചു. മനസ്സിലാതെ ഉണ്ടായിരുന്നു. അങ്ങനെ 2017 മുതൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വലിയ ടെൻഷനിലത് ചെയ്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ 2021 മറ്റോ ഏതോ ഒരു അവസരത്തിൽ നീലകണ്ഠൻ സാറിൻ്റെ മൂത്ത മകൾ ഭഗീരഥയായിട്ട് ഇതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഭഗീരഥി പറഞ്ഞു, അച്ഛൻ്റെ 100th ബർത്ത് ആനിവേഴ്സറി വരികയാണ് 2023. അപ്പോൾ സുരേഷിന് അങ്ങനെ ഒരു ബയോഗ്രഫി ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല സമയം, സോ വൈ ഡോണ്ട് യു ഗോ ഹെഡ് വിത്ത് ഇറ്റ്. അതായിരുന്നു എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു സ്പർ ഒരു എൻകറേജ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും അത് ചെയ്യുക തന്നെ. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, സാറ് ഈ പക്ഷി നിരീക്ഷണ കുറിപ്പുകളുണ്ടല്ലോ സാറിൻ്റെ, അത് ആക്ച്വലി 1942 മുതൽ സാർ എഴുതി തുടങ്ങിയെങ്കിലും 46 മുതലുള്ള നിരീക്ഷണക്കുറിപ്പുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 1944 മുതലോ മറ്റോ ഉള്ള
92 സാറ് മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെയുള്ള ഡെയിലി ബേർഡ് നോട്ട്സ് ഉണ്ടായിരുന്നു. ഒരു 150 നോട്ട്ബുക്കുകളിൽ റണ്ണിങ് അറൗണ്ട് 30,000 പേജസ്. അപ്പോൾ നല്ലൊരു ബയോഗ്രഫി ആണെങ്കിൽ അത് മുഴുവനും വായിക്കണം, അത് മുഴുവനും വായിച്ച് അതിൽ നിന്നൊക്കെ നോട്ട്സ് എടുക്കണം. അപ്പോൾ ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയത് ഈ നോട്ട് ബുക്സ് എല്ലാം സാറിൻ്റെ ഇളയ മകൾ തിരുവനന്തപുരത്ത് ജാനകിയുണ്ട്, ജാനകിയുടെ വീട്ടിലാണ് ഇതെല്ലാം ഇരുന്നത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ജാനകി എടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇതാര് പബ്ലിഷ് ചെയ്യുന്നതിനെക്കുറിച്ചൊരു യാതൊരു ഐഡിയ ഇല്ല, പക്ഷേ ഇങ്ങനെ ഒരെണ്ണം ചെയ്യണം എന്തായാലും. അപ്പോൾ ഫാമിലി ഫുൾ സപ്പോർട്ട് തന്നു, സാറിൻ്റെ ഫാമിലി, മക്കൾ. ജാനകി പറഞ്ഞു തീർച്ചയായിട്ടും സുരേഷിന് ഇവിടെ വന്നിരുന്നത് വായിക്കാം, നോട്ട്സ് എഴുതിയെടുക്കാം എന്ന് പറഞ്ഞ് മാസങ്ങളോളം എടുത്തു. ആ നോട്ട് ബുക്സ് മുഴുവനും മറിച്ച് നോക്കി ഓൾമോസ്റ്റ് എല്ലാം വായിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജസ് എല്ലാം മാർക്ക് ചെയ്ത് ഞാൻ ഏതാണ്ടൊരു 3,000 പേജസ് മൊബൈൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തു. എന്നിട്ട് അത് കംപ്ലീറ്റ് DTP എടുത്ത് ബുക്സാക്കി. അത് വീട്ടിൽ വെച്ചിട്ട് അത് വീണ്ടും നോക്കി അതിൽ നിന്ന് നോട്ട്സ് എഴുതിയിട്ട് പിന്നെ അങ്ങനെ ആയിരുന്നു അതിൻ്റെ തുടക്കം. പിന്നെ ഈ പുസ്തകത്തിലൊരു പ്രത്യേകത, അതിന് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, അത് നിങ്ങൾ ഇപ്പോൾ സുരേഷ് അറിയുന്ന നീലകണ്ഠൻ സാറ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഈ നിരീക്ഷണക്കുറിപ്പുകളിൽ നിന്നുള്ളൊരു അബ്സ്ട്രാക്റ്റ്. മൂന്നാമത് അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ. ഇങ്ങനെ ഒരു 3 തലത്തിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഏറ്റവും അതിനകത്ത് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. അത് അദ്ദേഹം തുടക്കം മുതൽ തന്നെ വളരെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ പ്രകൃതി നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്രയോ അപ്രധാനമായിക്കോട്ടെ, പക്ഷേ വളരെ കാഷ്വലായിട്ട് കാണുന്ന നിരീക്ഷണങ്ങളെ പോലും രേഖപ്പെടുത്തുകയും ആ രേഖപ്പെടുത്തുന്നതിനെ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും അതിനെ ഒരു അപഗ്രഥനത്തിനും എന്താ പറയുക വിചിന്തനത്തിനൊക്കെ വിധേയമാക്കത്തക്ക രീതിയിൽ അതിനെ എഡിറ്റ് ചെയ്ത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ള ഒരു പരിശ്രമമാണ്. പ്രൊഫസർ നീലകണ്ഠനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് സ്പിരിറ്റിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ നിഷ്ഠയാണ്. അത് കുറിച്ച് വയ്ക്കുന്നതിൽ അദ്ദേഹം പാലിച്ചിരുന്ന ഒരു നിഷ്ഠ, അത് വളരെ ചെറിയ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുകയും രേഖപ്പെടുത്തുകയും വരയ്ക്കേണ്ടടുത്ത് വരയ്ക്കുകയും എഴുതേണ്ടടുത്ത് എഴുതുകയും. അപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് ഇന്നുള്ള പോലെയുള്ള സാങ്കേതിക സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നൊക്കെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു പക്ഷിയെ കാണുന്നു, അത് മൊബൈലിൽ പിക്ചർ എടുക്കുന്നു, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പലർക്ക് ആ ചിത്രം കൈമാറുന്നു, സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നു. അത് വളരെ എളുപ്പമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇദ്ദേഹം ഇത് വരച്ചെടുക്കുക. അദ്ദേഹത്തിൻ്റെ നല്ല ക്യാമറ പോലും ഇല്ലാതിരുന്നൊരു കാലത്ത് അദ്ദേഹം വരച്ചെടുക്കുന്നു. ആ വർണ്ണങ്ങളെ, ഓരോ പക്ഷികളുടെ പുറത്തുള്ള ചിറകുകളുടെ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളുടെ നിറങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി അവൈലബിൾ ആയിട്ടുള്ള ഈ റെഫറൻസ് പുസ്തകങ്ങൾ നോക്കി അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അത് ഒരു റെക്കോർഡായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വളരെ നിഷ്കർഷയോടുകൂടി, അതേസമയം ഒരു നിലയ്ക്കും അതിൻ്റെ സത്യത്തിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് ട്രൂത്തിൽ, ഒരു സയൻറ്റിഫിക് കറക്റ്റ്നെസ്സിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ചെയ്തിരുന്ന നിരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ താങ്കൾ പുസ്തകത്തിൽ സൂചിപ്പിച്ച പോലെ 30,000-ഓളം പേജുകളിലായിട്ട് പരന്നു കിടക്കുന്നത്. അപ്പോൾ ഇത് ഈ വിവരണങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സംക്ഷിപ്തം എന്നുള്ള നിലയിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ എന്താണ് ഇന്നത്തെ വരാനിരിക്കുന്ന തലമുറയിലെ പക്ഷി നിരീക്ഷകരോട് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്നാണ്? സാറിൻ്റെ സയൻറ്റിഫിക് ആക്യുറസി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. കാരണം സാറ് ഈ പറഞ്ഞ പോലെ എന്ത് സാറിൻ്റെ അടുത്ത് പോയി കണ്ടു എന്ന് പറയുകയാണെങ്കിലും അത് അപ്പാടെ വിശ്വസിക്കില്ല. അതിൻ്റെ കറക്റ്റ് ഒന്നുമില്ല, അതിൻ്റെ ഫോട്ടോഗ്രാഫ് വേണം, അല്ലെങ്കിൽ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ വേണം. എന്നാൽ തന്നെ എത്രയോ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം സാർ ക്വസ്റ്റ്യൻ ചെയ്യും, എന്നതിന് ശേഷം മാത്രമേ അത് സാർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാരണം സാറിന് തന്നെ 1-2 അബദ്ധങ്ങൾ പണ്ട് പറ്റിയതിനെക്കുറിച്ച് സാർ വളരെ വിഷമിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറ് മധുരയിലെ കുറച്ച് നാൾ ജോലി ചെയ്തിരുന്നു. ആദ്യം
സാറ് BA ലിറ്ററേച്ചറാണ് ചെയ്തത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന്. അവിടുന്ന് പാസ് ഔട്ട് ചെയ്തതിന് ശേഷം അമേരിക്കൻ കോളേജിൽ ഒരു 6 മാസം പഠിപ്പിച്ചു. ആ സമയത്തെങ്ങാണ്ട് അവിടെ അടുത്തുള്ളൊരു മാർഷി ലാൻഡിൽ സാറൊരു പക്ഷിയെ കണ്ടിട്ട് അത് സോഷ്യബിൾ ലാപ്പിംഗ് ആണെന്ന് റിപ്പോർട്ട് ചെയ്തു BNHSലേക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹാബിറ്റാറ്റിലൊരു സോഷ്യബിൾ ലാപ്പിങ്ങിനെ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ക്യൂറേറ്റർ ഒരു സായിപ്പായിരുന്നു. അദ്ദേഹം മറുപടി അയച്ചു സാറിൻ്റെ അടുത്ത്, അതൊന്നുകൂടെ പോയി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് സാറ് പോയി ചെക്ക് ചെയ്തപ്പോൾ അതായിരുന്നില്ല, അതൊരു നോൺ ബ്രീഡിങ് പ്ലൂമേജിലുള്ള ഫെസൻറ്റൈൽ ജസാനായിരുന്നു. അത് സാറിന് അവസാന കാലം വരെ സാറിന് അതൊരു വലിയ വിഷമമായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ഉണ്ടാക്കിയല്ലോ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു സയൻറ്റിഫിക് ആക്യുറസി സാറിന് വളരെയധികം, അതാണ് സാറിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്തിരുന്നത്. അത് സാറിൻ്റെ ഏത് എഴുത്തിൽ ഏത് ക്രിയേഷൻ നോക്കുകയാണെങ്കിലും ക്രിയേറ്റീവ് റൈറ്റിംഗ് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഈ അക്യുറസിയിൽ അദ്ദേഹം പാലിച്ച നിഷ്ഠ തന്നെയാണ് അദ്ദേഹം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. പിന്നെ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് തോന്നിയുള്ള കാര്യം, അദ്ദേഹം പക്ഷികളെ നിരീക്ഷിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണത്തിൻ്റെ പ്രത്യേകത പക്ഷിയിലൂടെ ആ ഹാബിറ്റാറ്റിന് ആവാസ വ്യവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. ആ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിക്കുന്ന അപജയങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവാനാകുന്നുണ്ട്. ആ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. അതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അദ്ദേഹത്തിൻ്റെ അവബോധത്തിലേക്ക് തുറക്കുന്ന ഒരു ജാലകമായിരുന്നു പക്ഷികൾ എന്ന് പറയും. ഈ പക്ഷികളിലൂടെ അദ്ദേഹം എത്തിച്ചേരുന്നത് ഹാബിറ്റാറ്റിലേക്കും പിന്നെ മൊത്തത്തിലുള്ള പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളിലേക്കൊക്കെയാണ്. അപ്പോൾ അത് വളരെ വേഗം അദ്ദേഹത്തിന് ഇത് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതിൽ വലിയ കാര്യം. ഈ ഒരു കാര്യം വളരെ സൂക്ഷ്മമായിട്ട് പറയുന്നതിൽ സുരേഷ് എളമൻ്റെ പുസ്തകം വിജയിച്ചിട്ടുണ്ട്. കാരണം അതൊരു കഥ പോലെ, അനുഭവക്കുറിപ്പ് പോലെ, ജീവചരിത്രം പോലെയൊക്കെ വളരെ അനായാസേന വായിച്ചു പോകാവുന്ന ഒരു ഒട്ടും സാങ്കേതിക ജടിലത ഇല്ലാത്ത ഒരു ഒഴുക്കുള്ള ഒരു ശൈലിയിൽ എഴുതപ്പെട്ട പുസ്തകമായിട്ടാണ് നമുക്കത് അനുഭവപ്പെട്ടത്. വളരെ പതുക്കെ അത് കൂടുതൽ വായനക്കാരിലേക്ക് എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ ഒരു നിരീക്ഷണം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത്തരം ജീവചരിത്രങ്ങളുടെ പ്രസക്തി കൂടിക്കൂടി വരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം പുതിയ കാലഘട്ടങ്ങളിൽ വളരെ പെട്ടെന്ന് കണ്ടു മറക്കുന്ന ഒരു വളരെ ഫ്ലീറ്റിംഗ് ഗ്ലാൻസസിൻ്റെ ഇതായിട്ടുള്ള ഒരു നിരീക്ഷണ രീതി ആണ് പലരും ആലംബിക്കുന്നത്. ഒരു പക്ഷിയെ കാണുന്നു, അതിൻ്റെ ഒരു പടം എടുക്കുന്നു, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിന് എന്ത് സംഭവിക്കുന്നു, ആ ഹാബിറ്റാറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള തുടർ എന്താ പറയുക ഒരു പുനരന്വേഷണം അതിനകത്തോട്ട് വരുന്നില്ല. അപ്പോൾ അത് വളരെ മാസ്റ്ററിൻ്റെ പുസ്തകങ്ങളിലൂടെ, അല്ലെങ്കിൽ മാസ്റ്റർ രചനകളെ, മാസ്റ്റർ നിരീക്ഷണങ്ങളെ പുരസ്കരിച്ച് എഴുതിയിട്ടുള്ള പുസ്തകത്തിലൂടെ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. നമ്മുടെ ഈ പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന ജാഗ്രത എങ്ങനെ പുതുതലമുറയിലേക്ക് വരണമെന്നും അതിന് ഈ പഴയ നിരീക്ഷണങ്ങൾ എങ്ങനെ ഒരു അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്നുമാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് കൂടുതലായിട്ട്? അല്ല, ശരിക്കും സാറിൻ്റെ പക്ഷികളെക്കുറിച്ചുള്ള എഴുത്തുകൾ നമുക്ക് അറിയാം. കേരളത്തിലെ പക്ഷികൾ ആദ്യം ഒരു സീരീസായിട്ട് 1951 മുതൽ 58 വരെ മാതൃഭൂമിയിൽ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം സാഹിത്യ അക്കാദമി അത് ആദ്യത്തെ അവരുടെ പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തു. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് റിസർച്ച് ചെയ്ത സമയത്താണ് ഒരു കാര്യം കണ്ടുപിടിച്ചത്. അതായത് നമ്മളുടെ എല്ലാവരുടെയും ധാരണ ഈ മാതൃഭൂമി ലേഖനങ്ങളെല്ലാം കൂടെ അതിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കേരള സാഹിത്യ അക്കാദമി ഒരു പുസ്തകം ഇറക്കി. അപ്പോൾ മാതൃഭൂമിയിലെ ആർട്ടിക്കിൾസാണ് ഒരു പുസ്തകമായിട്ട് വന്നത് എന്നാണ് ധരിച്ചത്. പക്ഷേ സാറിൻ്റെ ഫയലിൽ നിന്ന് എനിക്ക് ഒറിജിനൽ ഈ മാതൃഭൂമി ആർട്ടിക്കിൾസ് കുറച്ച് കിട്ടി. അപ്പോൾ ഞാൻ അത് വായിച്ചപ്പോൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലായി. അതായത് പുസ്തകത്തിന് വേണ്ടിയിട്ട് സാർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു പുസ്തകമാകുമ്പോൾ എൻ്റെ ശൈലിയൊക്കെ ഒന്ന് മാറണമെന്ന് സാർ വിചാരിച്ചിട്ടുണ്ടോ, അതുകൊണ്ടായിരിക്കുമോ എന്താണെന്നറിയില്ല. പക്ഷേ
മാതൃഭൂമിയിൽ വന്ന ആർട്ടിക്കിൾസ് അതിഗംഭീര ആർട്ടിക്കിൾസാണ്. അതിൻ്റെ ശൈലിയിലും പല ഇൻസിഡൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിലും അതിൽ പലതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പലതും സാറ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ടാണ് ഈ പുസ്തകമാക്കിയത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് മുഴുവൻ വായിക്കണം, അതെങ്ങും കിട്ടാനില്ല. അവസാനം അന്വേഷിച്ചിട്ട് ട്രിവാൻഡ്രത്ത് ലൈബ്രറിയിൽ നിന്നെല്ലാം നോക്കി. അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സാറ് കംപ്ലീറ്റ് അത് എഡിറ്റ് ചെയ്തിട്ടാണ് പുതിയ കേരളത്തിലെ പക്ഷികൾ ഇറക്കിയത്. വീണ്ടും 87 എഡിഷൻ വന്നപ്പോഴത്തേക്കും അതിൽ അവർ നമ്പർ ഓഫ് പേജസ് കൂടാൻ പാടില്ലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, പക്ഷേ ഇത് നമ്പർ ഓഫ് സ്പീഷീസ് കൂട്ടണം എന്ന് പറഞ്ഞ് 241 സ്പീഷീസ് അങ്ങോട്ടാക്കി. അപ്പോൾ ടെക്സ്റ്റ് വീണ്ടും കുറേ കൂടെ എഡിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് രണ്ടാമത്തെ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ സാറിൻ്റെ പക്ഷി നിരീക്ഷണമായിട്ടുള്ള ഇത്. പക്ഷേ ഇതല്ലാതെ സാറിൻ്റെ അതിഗംഭീര ആർട്ടിക്കിൾസ് ഉണ്ട് ഓൺ കൺസർവേഷൻ, ജനറൽ കൺസർവേഷൻ. ഫോർ എക്സാമ്പിൾ അത് പല ആനുകാലികങ്ങളിലൊക്കെ സാറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കേരളത്തിലെ കുളങ്ങൾ അപ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ച് അതിഗംഭീര ഒരു ആർട്ടിക്കിളുണ്ട്. ഈ കുളങ്ങളുടെ ഒറിജിനലായിട്ടുള്ള കുളങ്ങൾ എങ്ങനെ ഉണ്ടായി, അത് മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ. അതേപോലെ തന്നെ വെറ്റ്ലാൻഡ്സിനെ കുറിച്ച്, കേരളത്തിൻ്റെ വെറ്റ്ലാൻഡ്സിനെ കുറിച്ച് എത്രയോ സാറ് പറഞ്ഞതിൻ്റെയൊക്കെ എത്രയോ ശേഷമാണ് നമുക്ക് പൊതുവേ വെറ്റ്ലാൻഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് ലാൻഡ്സ് എന്നുള്ള ഒരു ഇതിലാണ്, അതിലൊക്കെ മരങ്ങൾ നടുകയും. എന്നാൽ വെറ്റ്ലാൻഡ്സ് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ആണെന്നുള്ളത് സാറ് 40-50 വർഷം മുമ്പേ എഴുതിയിരുന്നു. നല്ലൊരു ബ്രില്യൻ ലേഖനമുണ്ട് വെറ്റ്ലാൻഡ്സിനെ കുറിച്ച്. ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും സാറിൻ്റെ എഴുത്ത് വളരെയധികം എന്താ പറയുക, അങ്ങനെ എ പേഴ്സൺ ഹു ഹാസ് വാക്ക്ഡ് മച്ച് എഹെഡ് ഓഫ് us എന്ന് പറയില്ലേ നമ്മൾ. അല്ല, വേറെയും ഒരുപാട് ഇപ്പോൾ കുറുക്കന്മാരെ കുറിച്ച് BNS ജേണലിൽ വന്നിട്ടുള്ള ഒരു പേപ്പർ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒന്നും അദ്ദേഹത്തിന് അന്യമല്ലായിരുന്നു. അതിലെല്ലാം തന്നെ ശാസ്ത്രീയ എന്താ പറയുക ജാഗ്രതയോടുകൂടി തന്നെ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഒരു ഇൻവെൻറ്ററൈസേഷൻ എന്നത് വളരെ കൃത്യമായി അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. അത് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്, സ്വതന്ത്രമായിട്ട് ചെയ്തു തന്നെയല്ല. ഈ മറ്റ് സാങ്കേതിക സൗകര്യങ്ങൾ പ്രായേണ വിരളമായിരുന്ന കാലഘട്ടത്തിൽ സ്വന്തം നിരീക്ഷണം മാത്രം കൈമുതലാക്കിയിട്ട് അദ്ദേഹം ചിത്രകാരനൊന്നുമല്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ വളരെ ഫങ്ഷനായിട്ടുള്ള ഡ്രോയിങ് ചെയ്തുകൊണ്ട് അദ്ദേഹം അത് നിർവഹിച്ചു എന്നുള്ളതാണ്. അത് ഞാനെപ്പോഴും ഊന്നൽ കൊടുക്കുന്നൊരു കാര്യം ഈ ആലേഖനമാണ്. അത് അടയാളപ്പെടുത്തുക എന്നത് ഒരു വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു സത്യസന്ധതയുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതാണ് ആ ആർജവമാണ് അദ്ദേഹത്തെ പരിസ്ഥിതി ജാഗ്രതയിലേക്കും പരിസ്ഥിതി സംബന്ധമായ പിന്നീടുണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ ഒരു മുന്നണി പോരാളിയായിട്ട് വരാനുള്ള ഒരു ആന്തരിക ഊർജം അദ്ദേഹത്തിന് കിട്ടുന്നതിനും കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സബര്യ അദ്ദേഹം ആർജിച്ചിട്ടുള്ള ആ ഒരു ശക്തി, തപശക്തി എന്നൊക്കെ പറയാവുന്ന ശക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സാറിന് ഫോർമലായിട്ട് ഒരു ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല വരയ്ക്കാനൊന്നും, പക്ഷേ അതിമനോഹരമല്ലേ സാറിൻ്റെ ചിത്രങ്ങളൊക്കെ. എന്ത് പെയിൻസ്റ്റേക്കിങ്ങിലായിട്ടാണ് സാർ ഓരോന്ന് വരയ്ക്കുന്നതും. ഞാൻ പണ്ട് സാറിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ 80s ചെല്ലുമ്പോൾ സാർ അവിടെ ഇങ്ങനെ ഒരു കസേരയിലിരുന്ന് ഈ വൈറ്റ് കാർഡ് പേപ്പറിൽ പോസ്റ്റർ കളർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അത് കേരളത്തിലെ പക്ഷികളുടെ 2ാമത്തെ എഡിഷന് വേണ്ടിയിട്ട് കളർ ഇത് ചെയ്യുക, ഓരോ ഇത് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പേജിൽ തന്നെ ചിലപ്പോൾ 8 പക്ഷികളുടെ ചിത്രങ്ങൾ കാണും. അപ്പോൾ വളരെ കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ ചെയ്യണം. എന്തെങ്കിലും ഒരു കാരണവശാൽ മഷി തെറ്റിപ്പോവുക അല്ലെങ്കിൽ ഒരു തെറ്റ് വരികയാണെങ്കിൽ ആ പേജ് പോയാലൊക്കെ പ്രശ്നം. അതെ, അത് വീണ്ടും റീഡൂ ചെയ്യാൻ എളുപ്പമല്ല. കാരണം 8 ചിത്രങ്ങളുള്ളത് ചിലപ്പോൾ 7 പെർഫെക്റ്റ് ആയിരിക്കും, 8ാമത്തെ ആയിരിക്കും തെറ്റുന്നത്. കംപ്ലീറ്റ് റീഡൂ ചെയ്യേണ്ടി വരും. അങ്ങനെ എത്രയോ നാളത്തെ പ്രയത്നം കൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള സാറിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ സാറിൻ്റെ മലയാളത്തിനെ കുറിച്ചാണല്ലോ എല്ലാവരും വളരെയധികം പറയുന്നത്. ഇപ്പോൾ സക്രിയൊക്കെ എത്രയൊക്കെ നൃത്തം ചെയ്യുന്ന മലയാളം. അതെ. മലയാളത്തിലെ ഏറ്റവും നല്ല 5 പുസ്തകങ്ങളിൽ ഒന്ന് ഇന്ത്യയുടൻ്റെ കേരളത്തിലെ പക്ഷികളാണെന്ന് സക്രിയ പറയുന്നു.
സുഭാഷ് ചന്ദ്രൻ പറയുന്നു, ഇങ്ങനെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നു. പക്ഷേ സാറ് ആലത്തൂർ NE ഹൈസ്കൂളിലാണ് പഠിച്ചത്. പ്രൈമറി സ്കൂളെല്ലാം പഠിച്ചത് മൈസൂരിൽ. സാറിൻ്റെ അച്ഛനൊരു വെറ്റിനറി സർജനായിരുന്നു, മൈസൂരിലായിരുന്നു ജോലി. അപ്പോൾ അന്ന് കന്നഡയാണ് പഠിച്ചത്. അതിനുശേഷം ഈ ആലത്തൂർ സ്കൂളിൽ വന്നിട്ട് 5ാം ക്ലാസ് 6, 7, 8, 9 വരെ അവിടെ പഠിച്ചു. അന്ന് സാറ് മിക്കവാറും എല്ലാ മലയാളം പരീക്ഷയ്ക്കും തോക്കുമായിരുന്നു. മലയാളം വാസ് സോ പുവർ. അപ്പോൾ അന്നത്തെ 6th ഫോം അല്ലെങ്കിൽ ഇപ്പോഴത്തെ SSLC എന്ന് പറയില്ലേ, അതിൽ നല്ല മാർക്ക് വേണമെങ്കിൽ തമിഴിൽ പഠിച്ചാലേ പറ്റുള്ളൂ. കാരണം സാറിൻ്റെ മദർ ടങ് തമിഴാണല്ലോ, മലയാളമല്ല. അങ്ങനെ സാറിനെ ഇവിടുന്ന് ആലത്തൂരിൽ നിന്ന് നാട് കിടത്തി. സാറിൻ്റെ അടുത്ത ബന്ധുവിൻ്റെ കൂടെ ദേവക്കോട്ട ഹൈസ്കൂളിൽ കൊണ്ടുപോയി അവിടെ ചേർത്ത്. അവിടെ നിന്നാണ് സാറ് ഈ 6th ഫോം പാസ്സാവുന്നത്. നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. അപ്പം മലയാളം ശരിക്കും പഠിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരാളെ എങ്ങനെ മലയാളം എഴുതുക, അത് എനിക്കിപ്പോഴും അതിനൊരു പ്രോപ്പർ ആൻസർ കിട്ടിയിട്ടില്ല. എല്ലാ എഴുത്തുകാരും ഇപ്പോൾ നമ്മൾ പരിചയമുള്ള പല എഴുത്തുകാരും, ഇപ്പോൾ VK ശ്രീരാമനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ സക്കറിയെ പോലുള്ള എഴുത്തുകാർ, ബാലേന്ദ്രൻ ചുള്ളിക്കാട് പോലുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ മലയാളത്തെ പ്രശംസിക്കുന്നതിലൊരു പിശുക്കും കാണിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷ, ആ ശൈലി വളരെ നൈസർഗികമായി ഒഴുകി വന്നിട്ടുള്ളൊരു ശൈലി. അതിനകത്ത് എന്താ പറയുക, അതിൻ്റെ ഒരു കാവ്യ ഭംഗി, അതിൻ്റെ ഒരു ഒഴുക്ക്, അതിലൊരു ഏറ്റവും പ്രധാനം അതിനകത്തുള്ളൊരു ആർജവം, വിവരിക്കുന്നതിനുള്ള ഒരു തരത്തിലുള്ള വളച്ചീട്ടുകളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള കൃത്രിമത്വങ്ങളും ഇല്ലാതെ മലയാളത്തെ ഇത്രയേറെ ഉൾക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരാളതും സാഹിത്യമല്ല, അത് ഒരു സാഹിത്യേതര വിഷയത്തിൽ ഈ നല്ല ഭാഷയെ സന്നിവേശിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഒരു ദൗത്യം അദ്ദേഹം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചുള്ളൊരു ഗന്ധം പോലെ തന്നെ അത് മലയാള ഭാഷയിൽ തന്നെ എഴുതപ്പെട്ട ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്നാണെന്ന് ഇപ്പോഴും കൊണ്ടാടപ്പെടുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് സൈലൻറ്റ് വാലി സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു പ്രക്ഷോഭം കേരളത്തിലാകെ ശക്തിപ്പെടുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ മുന്നണി പോരാളിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹം പങ്കെടുത്തതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പരാമർശങ്ങൾ പുസ്തകത്തിലുണ്ട്. അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരുന്നു എന്നാണ്, അദ്ദേഹം എങ്ങനെയാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് വന്നത്, എന്തുകൊണ്ട് ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നതിനും അതിന് വേണ്ട ശാസ്ത്രീയമായിട്ടുള്ള പിൻബലം നൽകുന്നതിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പങ്കാളിത്തവും എന്തുമാത്രം വഴിയൊരുക്കി എന്ന് പറയാം. നീലകണ്ഠൻ സാറ് സൈലൻറ്റ് വാലിയിൽ പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും പുള്ളിക്ക് അതിനുള്ളൊരു ചാൻസ് അന്ന് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ പ്രക്ഷോഭം വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് സുഗതകുമാരി ടീച്ചറും NV കൃഷ്ണവാര്യരും കൂടെ ചേർന്നിട്ട് കുറേ ഒരു പ്രകൃതി സംരക്ഷണ സമിതി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ പലരെയും പോയി കണ്ടു. നീലകണ്ഠൻ സാറിൻ്റെ അടുത്തും പോയി സംസാരിച്ചു സൈലൻറ്റ് വാലി. അപ്പോൾ ആദ്യം സാറിന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡായിരുന്നല്ലോ അതിൻ്റെ അത് വരണം എന്നുള്ളതിൽ. അപ്പോൾ അവർ ഒരു ഫോൾസ് പ്രോപ്പഗാൻഡ പല വിധത്തിൽ കൊടുത്തിരുന്നു. പല സോ കോൾഡ് സയൻറ്റിസ്റ്റ് വഴി അതൊരു നമുക്കങ്ങനെ ഒരു സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ല, ഒരുപാട് നശിക്കപ്പെട്ട ഒരു എന്താ, അതെ, ഊർജ്ജോൽപാദനമാണ് പ്രധാനം, വികസനമാണ് പ്രധാനം എന്ന് ആസ്ഥാന ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ 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 അതെ. അപ്പോൾ അതിൽ സാറിനും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇനി അങ്ങനെ തന്നെ ആണോ. പക്ഷേ അങ്ങനെ അല്ലാന്ന് പിന്നെ സാറിനത് മനസ്സിലായി. അതോടുകൂടി സാറ് ഫുൾ ടൈം അല്ലെങ്കിൽ പല പരിപാടികളിലും സാറ് പങ്കെടുക്കുകയും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ ഒരു പ്രോഗ്രാം സ്റ്റുഡൻറ്റ് സെൻറ്ററിൽ വെച്ച് ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തി. അന്ന് ഫോർ ദ ഡാം ആൻഡ് അഗൻസ്റ്റ് ദ ഡാം സംസാരിക്കുന്നവരെ ക്ഷണിച്ചു. അത് നടത്തിയത് ആരാണെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. എന്തായാലും പ്രമുഖരായ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്, കേൾക്കാനും വലിയ ഹാള് പാക്ഡ് ആയിരുന്നു. അന്ന് നീലകണ്ഠൻ സാറ് എണീറ്റിട്ട് പറഞ്ഞത്, പ്രകൃതി എൻ്റെ അമ്മയാണ്,
ഞാൻ പ്രകൃതിയെ കാണുന്നത് എൻ്റെ അമ്മയായിട്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരു ക്ഷതം സംഭവിക്കുന്നതും എനിക്ക് സമ്മതിക്കാൻ തരമില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാൻ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒരു സമരത്തിൽ ഞാൻ പങ്കുചേരും എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാറിൻ്റെ ഒരു വലിയ ലോങ് ടോക്കായിരുന്നു. അതിൽ ഒരു ഭാഗത്ത് സാർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുഗതകുമാരി ടീച്ചറും എൻ വി കൃഷ്ണവാചൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു സാറിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനെയും ഇതിനെക്കുറിച്ചൊക്കെ. മറ്റൊന്നുള്ളത്, അന്നിപ്പോൾ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ യാത്രകളിലും ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അന്നത്തെ കുറേ വിദ്യാർത്ഥികൾ, ഇപ്പോൾ താങ്കളടക്കമുള്ള ഇപ്പോൾ കുറച്ച് പേരുണ്ട്, ഇപ്പോൾ അവരൊക്കെ പലരും പിന്നീട് ഈ നല്ല പക്ഷി നിരീക്ഷകരാകുകയും പ്രകൃതി സംരക്ഷണത്തിൽ വളരെ താല്പര്യം എടുക്കുന്ന ആളുകളായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം നൽകിയ ആ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം നൽകിയിട്ടുള്ള ചില സന്ദേശങ്ങൾ എല്ലാം അതിൻ്റെ ശരിയായ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിൽ ഒരു പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരുണ്ടോ? ഈ അധ്യാപകരുമായി സഹകരിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന വിദ്യാർത്ഥി സമൂഹം ഉണ്ടോ? എന്താണ് താങ്കളുടെ നിരീക്ഷണം? വളരെ പെസിമിസ്റ്റിക്കാണ് ആ കാര്യത്തിൽ ഞാൻ. കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംവിധാനം ഇനിയിപ്പോൾ വീണ്ടും ഉണ്ടാവുമെന്നും. നമുക്ക് ശ്രമിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ശ്രമമെന്ന നിലയിലാണ് നമ്മളിവിടെ ഒരു എക്സിബിഷൻ നടത്തുന്നതും. ഇന്ത്യയുടൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ എഴുത്തും സാറിൻ്റെ പക്ഷികളെക്കുറിച്ചുള്ള സാറിൻ്റെ എഴുത്തുകളും അതല്ലാതെയുള്ള ഇതും സാറിൻ്റെ മലയാളം പുനരുദ്ധരിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടൻ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. അതുകൊണ്ടൊക്കെ ചിലയിടത്ത് ചില സ്പാർക്ക് പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ആയി എന്നുള്ളതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ലൂസിങ് ബാറ്റിലാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ സംശയമൊന്നുമില്ല. പ്രകൃതി സംരക്ഷണം എന്നുള്ളത് പൊതുവെ നോക്കിയാൽ അങ്ങനെ തോന്നുള്ളൂ. ഇപ്പോൾ നമ്മളിരിക്കുന്നത് അദ്ദേഹം 5 വർഷം ജോലി ചെയ്തിട്ടുള്ള 1957 മുതൽ 62 വരെ അദ്ദേഹം ജോലി ചെയ്തിട്ടുള്ള ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട കുറച്ച് പക്ഷികളുടെ ഒരു ചിത്രപ്രദർശനവും അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ അവലംബിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയുടെ പ്രദർശനവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ 62 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞു? 42 കൊല്ലത്തിന് ശേഷം റിവിസിറ്റ് ചെയ്യുകയാണ് അദ്ദേഹം നടന്നുപോയ വഴികൾ, അദ്ദേഹം പക്ഷി നിരീക്ഷണം നടത്തിയ സ്ഥലങ്ങൾ. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ പതുക്കെ ഈ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ അതിനെന്തായാലും അത്തരത്തിലുള്ളൊരു തിരിച്ചുവരവിന് ഒരു റീഡിസ്കവറിക്ക് ഈ പുസ്തകം വഴിയൊരുക്കി എന്നുള്ളത് വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പുതിയ തലമുറ കൂടുതൽ അത് വായിക്കുകയും അതുവഴി പക്ഷികളിലേക്ക് എത്തുകയും പക്ഷികളിലൂടെ പ്രകൃതിയിലേക്ക് എത്തുകയും ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും അതുപോലെ ആഗോളതാപനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ദൈനംദിന ജീവിതം രൂക്ഷമായി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് എന്നും ഇത്തരം ഒരു മനോനിലയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതാണ് എന്നും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ജീവചരിത്രം എന്നും നമ്മൾ അങ്ങനെ വിചാരിക്കും.